ബിഗ് ബോസ് പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മിഡ് വീക്ക് എവിക്ഷൻ ഇന്ന് നടക്കും. നമുക്ക് നാളെ ലൈവിൽ കാണാൻ സാധിക്കും. എന്തായാലും രണ്ട് പേരാണ് ഡേഞ്ചർ സോണിലുള്ളത്. അത് നമ്മുടെ ആദിലയും നെവിനുമാണ്. എന്നാൽ നെവിൻ പുറത്താകും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഇത് ഒഫീഷ്യലായിട്ടുള്ള വാർത്തയല്ല. പക്ഷേ നെവിന് വോട്ട് കുറവാണെന്നും ആദിലയ്ക്ക് അത്യാവശ്യം വോട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നു. അതനുസരിച്ച് നെവിൻ മിഡ് വീക്ക് എവിക്ഷനായിട്ട് മുൻ മത്സരാർത്ഥികളുടെ കൂടെ ബിഗ് ബോസ് വീടിൻ്റെ പടി ഇറങ്ങും എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും നെവിൻ ആൾറെഡി എൻ്റർടൈനർ ആണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ളൊരു ഫാൻ ബേസ് ഇല്ലാത്ത ഒരാളാണ്. അധികം ഹേറ്റേഴ്സ് ഇല്ലെങ്കിൽ പോലും ഒരു ആർമിയോ പുറത്തൊരു PR-ൻ്റെ ബലമോ ഇല്ലാതെ ഇത്രയും ദിവസം പിടിച്ചു നിന്നൊരു വ്യക്തിയാണ് നമ്മുടെ നെവിൻ. ആദിലയും അങ്ങനെ തന്നെയാണ്. പക്ഷേ നൂറയ്ക്കൊരു പണി കൊടുക്കാൻ വേണ്ടി ആദിലയെ ഫിനാലെ മത്സരാർത്ഥിയായി കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആദിലയുടെ വോട്ടെല്ലാം നൂറയ്ക്ക് കിട്ടും. ഇങ്ങനെ വന്നാൽ ആദിലയുടെയും നൂറയുടെയും വോട്ട് സ്പ്ലിറ്റായി രണ്ട് പേർക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതനുസരിച്ച് നെവിനെ പുറത്താക്കാൻ, അല്ലെങ്കിൽ നെവിനാണ് വോട്ട് കുറവ് വന്ന് പുറത്താവാൻ ചാൻസ് കൂടുതൽ എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ എവിക്ഷനിൽ കണ്ടതുപോലെ 3 പേർക്കാണ് അവിടെ വോട്ട് കുറവ്. അത് ആദിലയ്ക്കും നെവിനും നമ്മുടെ സാബുമാനുമാണ്. ഇവർ 3 പേരിൽ നമ്മുടെ സാബുമാൻ പുറത്തായി. പിന്നെ വോട്ട് കുറവുള്ള 2 പേര് നെവിനും ആദിലയുമായിരുന്നു. ഡബിൾ എവിക്ഷനായിരുന്നു കഴിഞ്ഞയാഴ്ച നടന്നതെങ്കിൽ ഒരു പക്ഷേ ആദില ബിഗ് ബോസ് വീട്ടിലോട്ട് വിട പറഞ്ഞേനെ. പക്ഷേ ഇനിയിപ്പോൾ മിഡ് വീക്ക് എവിക്ഷനിൽ എന്തായാലും നെവിൻ പുറത്താവാനുള്ള ചാൻസാണ് കൂടുതൽ. ഇന്ന് എന്തായാലും വൈകുന്നേരത്തോടു കൂടി അവിടെ മിഡ് വീക്ക് എവിക്ഷൻ നടക്കും. നമുക്ക് നാളത്തെ ലൈവിൽ അത് കൃത്യമായി കാണാൻ സാധിക്കും. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.